ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ബുധ പ്രദോഷമാണ്. അതായത് ഏപ്രിൽ മാസത്തിൽ വരുന്ന ആദ്യത്തെ പ്രദോഷം, അതും കറുത്തപക്ഷ പ്രദോഷം. നാളെ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിപാടിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുൻപ് നാളെ വിഷുവാണ്. എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണം. അതുപോലെ തന്നെ ഇന്ന് മേടം 1. ഒരു വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും സന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ട് പൂമുഖവാതിലിൽ നമ്മൾ വെക്കേണ്ടുന്ന ഒരു വസ്തുവിനെക്കുറിച്ചും ഭഗവാൻ മുരുകന് മുൻപിൽ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ ചില വഴിപാടുകളാണ്. അപ്പോൾ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നാളെ ബുധനാഴ്ചയും പ്രദോഷവും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ്. നാളത്തെ ദിവസം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വ്രതം എടുക്കേണ്ടവർ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം. നാളെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷു കൂടിയിട്ടാണ്. അപ്പം വിഷുവിനോടും പ്രദോഷവും ഇത് രണ്ടും കൂടിയിട്ടാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. ഭഗവാൻ മഹാദേവനും ഭഗവാൻ മഹാവിഷ്ണുവിനും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസം. ബുധൻ എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയിട്ടാണ്. ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസം കൂടിയിട്ടാണ് നാളെ എന്ന് പറയുന്നത്. വ്രതം എടുക്കുന്നവരൊക്കെ ഇന്ന് നോൺ വെജ് ഒന്നും കഴിക്കരുത്. നാളെ സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നെറ്റിയിൽ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ശിവലിംഗം വീട്ടിലുള്ളവരൊക്കെ അഭിഷേകം ചെയ്ത് എത്ര പ്രാവശ്യം നിങ്ങളെക്കൊണ്ട് ഓം നമഃ ശിവായ ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ഓം നമഃ ശിവായ ഒക്കെ തന്നെ ജപിച്ച് പ്രദോഷ ദിനത്തിലെ ഏറ്റവും മഹിമയുള്ള സമയം എന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത്, അതായത് വൈകിട്ട് 4:30 മുതൽ 6 വരെയും 6 മുതൽ 7:30 വരെയുമുള്ള 3 മണിക്കൂർ സമയം, ആ ഒരു സമയത്ത് നമ്മൾ പ്രദോഷ സമയത്തെ പ്രാർത്ഥനകളും പൂജകളും ശിവക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നതാണ് നല്ല ഫലം നമുക്ക് തരുന്നത്. കാരണം പ്രദോഷ സന്ധ്യയിലാണ് ഭഗവാൻ മഹാദേവൻ നന്ദിയുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി നൃത്തം ചെയ്തത്. അത് കാണാൻ 33 കോടി ദൈവങ്ങളും സന്നിഹിതരായ സമയം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രവുമല്ല, നാളെ പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ ഒരു സംയോജനമുള്ള ദിവസം കൂടിയിട്ടാണ്. അപ്പം നാളെ 30 ബുധൻ, വിഷു, പ്രദോഷം, പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ ഒരു സംയോജനം. പൂരുരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് നാളെ സന്ധ്യയ്ക്ക് 3:22 വരെയാണുള്ളത്. അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കും. ത്രയോദശി തിഥി നാളെ രാത്രി 10:32 വരെയുണ്ട്. അതുകൊണ്ട് നാളെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു തിഥി ഉള്ളത് കൊണ്ട് തന്നെ പ്രദോഷ വ്രതം എടുത്ത് നമ്മൾ ഭഗവാനെ പൂജിക്കേണ്ടത് നാളെയാണ്. ഞാനിനി പറയാൻ പോകുന്ന ഈ ഒരു വഴിപാട് ഇത് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് ഭഗവാൻ മഹാദേവന് മുൻപിൽ പ്രാർത്ഥന ചെയ്യുന്നതാണെങ്കിലും ഗോധൂളി മുഹൂർത്ത സമയത്ത് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഗോധൂളി മുഹൂർത്തം എന്താണ് ഗോധൂളി മുഹൂർത്ത എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം കാണും. ഹൈലി ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന സമയമാണ് ഗോധൂളി മുഹൂർത്തം. പശുക്കൾ രാവിലെ നമ്മൾ അഴിച്ചുവിടുന്ന പശുക്കൾ വയറ് നിറച്ച് തിരിച്ച് വീട്ടിലോട്ട് പൊടി പറത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സമയം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള വളരെ പവിത്രകരമായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്തെ പശുവിൻ്റെ കാലടി പെടുന്ന മണ്ണെന്ന് പറയുന്നത് അമൂല്യമാണെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ആ സമയത്താണ് പശുക്കൾ തിരിച്ചു വന്ന് കൂടണയുന്നത്. പക്ഷികൾ കൂടണയുക എന്ന് പറയുന്നത് പോലെ പശുക്കൾ തിരിച്ചു വന്ന് കൂടണയുന്ന ആ ഒരു സമയമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത്. അതായത് സൺസെറ്റിന് തൊട്ട് മുൻപുള്ളൊരു നിമിഷമാണ് ഗോധൂളി മുഹൂർത്തം. അപ്പോൾ ഓരോ സ്ഥലത്തും ഗോധൂളി മുഹൂർത്ത സമയം വ്യത്യാസപ്പെട്ടിരിക്കും. നാളെ 6:34-നും 6:57-നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ നാളെ ഭഗവാന് മുൻപിൽ ദീപം കൊളുത്തി ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെയാണെങ്കിലും ഇത് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൂവളത്തില 11 എണ്ണം കിട്ടാൻ സാധ്യതയുള്ളവർ 11 കൂവളത്തിൻ്റെ ഇലയെടുക്കുക.
അത് കിട്ടാനില്ലാത്തവർ 11 ചെറുപയർ എടുക്കുക, മൂങ് ദാൽ. അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതല്ല, സ്പ്ലിറ്റ് ചെയ്യാതെ പച്ച കളറിലേ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1 പച്ച കളർ സൂചിപ്പിക്കുന്നത് ബുധഗ്രഹത്തെയാണ്. അപ്പം മൂങ് ദാൽ എന്ന് പറയുന്നത് ബുധഗ്രഹത്തിൻ്റെ തന്നെ ധാന്യമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറുപയർ എടുക്കാൻ പറഞ്ഞത്. ചെറുപയർ അങ്ങനെയല്ല കൂവളത്തിൽ എടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, നാളെ മുപ്പെട്ട് ബുധനും വിഷുവും ഒക്കെ ആയതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്തിന് കൂടിയിട്ടാണ് നമ്മൾ കൂവളത്തില എടുക്കാൻ പറഞ്ഞത്. കൂവളത്തിലയിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏത് നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾക്ക് എന്ത് കിട്ടുന്നു. അപ്പം നാളെ പ്രദോഷമായതുകൊണ്ട് തന്നെ കൂവളത്തിലേക്കാണ് കൂടുതൽ മഹിമ. അതുകൊണ്ട് 11 കൂവളത്തില എടുത്ത് അത് നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ 11 ചെറുപയർ എടുത്താൽ മതിയാവും. അതിന് ശേഷം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതായത് നമ്മൾ ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പം ആദ്യം നന്ദിദേവനോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ശിവകുടുംബം, ഭഗവാനെയും ദേവിയെയും ഗണേശനെയും മുരുകനെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരൊറ്റ ആഗ്രഹം മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കൂവളത്തിലയാണോ അങ്ങനെയല്ലെങ്കിൽ മൂങ് ദാലാണോ എന്താണോ എടുക്കുന്നത് അത് ഒരെണ്ണം കയ്യിലെടുക്കുക. ഒരു പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുക. ശിവലിംഗം വീട്ടിലുള്ളവർ ശിവലിംഗത്തിന് സമർപ്പിക്കാം. അങ്ങനെയല്ല ശിവപാർവതി ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് സമർപ്പിക്കാം. ക്ഷേത്രത്തിൽ പോയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരിടത്ത് നമ്മൾ ഇരുന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, ചെറുപയറാണോ കൂവളത്തിലയാണോ, അത് ഓരോന്നായിട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് മന്ത്രം ചൊല്ലി അവസാനം 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി കഴിഞ്ഞ് കഴിയുമ്പം അതൊന്നിച്ച് ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ ആ ഒരു കൂവളത്തില സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ സമർപ്പിക്കുക. അങ്ങനെ അല്ലെങ്കിൽ അവിടെ നന്ദി ഭഗവാൻ ഉണ്ടാകുമല്ലോ ശ്രീകോവിലിനടുത്ത്, നന്ദി ഭഗവാന്റെ അടുത്തായിട്ട് സമർപ്പിക്കുക. ചെറുപയറാണെങ്കിലും അങ്ങനെ തന്നെ നന്ദി ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുക. വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ഓരോന്നായിട്ട് കയ്യിലെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മൾ ജപിക്കുക എന്നുള്ളതാണ്. മന്ത്രം ഇതാണ്: ശംഭോ ശങ്കര സാംബ സദാശിവ ചന്ദ്രകലാധര ഉമാമഹേശ്വര കൈലാസവാസ കനകസപേഷ ഗൗരി മനോഹര ശ്രീ വിശ്വേശ്വര. ശംഭോ ശങ്കര സാംബ സദാശിവ ചന്ദ്രകലാധര ഉമാമഹേശ്വര കൈലാസവാസ കനകസപേഷ ഗൗരി മനോഹര ശ്രീ വിശ്വേശ്വര. ഇതാണ് നമ്മൾ 11 പ്രാവശ്യം ജപിക്കേണ്ടുന്ന മന്ത്രം. ഓരോ പ്രാവശ്യവും ജപിക്കുക. കൂവളത്തിലയാണോ ചെറുപയറാണോ അത് ശിവലിംഗത്തിന് അല്ലെങ്കിൽ ശിവകുടുംബ ഫോട്ടോ, ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെ 11 പ്രാവശ്യം നമ്മൾ ചെയ്തതിന് ശേഷം കൈകൾ കൂപ്പി കണ്ണടച്ച് ഭഗവാനോട് വീണ്ടും നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം പ്രാർത്ഥിക്കുക. വീട്ടിൽ ഐശ്വര്യമുണ്ടാവണം, സമാധാനമുണ്ടാവണം, സന്തോഷമുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഭഗവാന് മുൻപിലായിട്ട് നമുക്ക് 1 അല്ലെങ്കിൽ 11 ദീപങ്ങൾ കൊളുത്തി വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര ദീപങ്ങൾ കൊളുത്തണം എന്നുള്ളത്. ഒരു ദീപമെങ്കിലും കൊളുത്തി വെച്ചിട്ട് ഇത് ചെയ്താൽ അത് അതീവ നല്ലതായിരിക്കും. അതേപോലെ തന്നെ അതിന് ശേഷം ദീപധൂപ ആരതിയൊക്കെ എടുത്ത് നിവേദ്യം സമർപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാല് കാച്ചിയോ പഴമോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ശേഷം കൂവളത്തിലയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കൂവളത്തില നമുക്ക് സാധാരണ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ കളയാം. ഇനി ചെറുപയറാണ് സമർപ്പിച്ചതെന്നുണ്ടെങ്കിൽ ആ ചെറുപയർ നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടുക. അത് വളർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അതായത് അതിൻ്റെ വളർച്ച അനുസരിച്ചിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ വെറുതെ കൊണ്ടിട്ടിട്ട് എല്ലാ ദിവസവും ജലം സമർപ്പിച്ചാൽ മതിയാവും. അത് വളർന്നു വരുന്ന ആ ഒരു സ്പീഡ് അനുസരിച്ചിരിക്കും എത്രമാത്രം പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ച് കിട്ടും എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നാളെ പ്രദോഷ ദിവസം ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പ്രദോഷ സന്ധ്യയിൽ കൂവളമരത്തിന് ചുവട്ടിൽ വിളക്ക് കൊളുത്തുന്നതും കൂവളമരത്തിന് ജലം സമർപ്പിച്ച് തൊട്ട് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതാണ്. അതേപോലെ ഉറുമ്പുകൾക്ക് നാളെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ശിവലിംഗത്തിന് മുല്ലപ്പൂ മാല, ശിവക്ഷേത്രത്തിൽ മുല്ലപ്പൂ മാല സമർപ്പിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അന്നദാനം, പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ്, നിങ്ങൾ ആർക്ക് അന്നദാനം കൊടുത്താലും കുപ്പിവെള്ളം, പഴച്ചാറുകൾ, കരിമ്പിൻ ജ്യൂസ്, പഴച്ചാറുകളൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മേടമാസമാണ്, സൂര്യഭഗവാൻ ഉച്ചമടയുന്ന
മാസമാണ് ഈ ഒരു മേടമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യഭഗവാന്റെ കടാക്ഷത്തിനും നമുക്ക് ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇതിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായും നല്ല ഫലം തന്നെ ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.